ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുകൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇവിടെ ഇന്നലെയും രാവിലെ ഈ പ്രൈസമ്മ സ്കൂളിൽ പോകാറായ സമയത്ത് ഒരിച്ചിരി ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അങ്ങ് നിന്നു. ഞാൻ സന്തോഷിച്ച് കാരണം അത്രയ്ക്ക് ചൂടും ഒത്തിരി അടുത്ത് വെള്ളം ഇല്ലാതെ ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട് നമ്മുടെ മുംബൈ പട്ടണം ഇപ്പം. അപ്പം ഞാൻ ചൂട് കാരണം അതിൻ്റെ അപ്പുറം സത്യം പറഞ്ഞ് ഞാനങ്ങ് സന്തോഷിച്ച് മഴ വന്നല്ലോ എന്ന്. പക്ഷേ കുറച്ച് നാൾ ഇനി കണ്ടിന്യൂസ് ഇങ്ങനെ മഴ വരുമ്പോൾ നമ്മളെല്ലാം അങ്ങ് ബോറാവും. പക്ഷേ ഇപ്പം മഴയ്ക്ക് വേണ്ടി ഞാൻ സന്തോഷിച്ചു. അന്നേരം രാവിലെ ഒരിച്ചിരി മഴയുണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അങ്ങ് വെയിലായെന്നുള്ളതാണ്. ഇന്നും അതുപോലെ രാവിലെ കൊച്ചിനെ കൊണ്ടുപോകാൻ നേരം ഒരിച്ചിരി മഴ ചാറി, പിന്നെ അങ്ങ് നിന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞുണ്ടെ ഒരു 6:30 മഴ ഒരിച്ചിരി പെയ്തു. അപ്പോൾ അത്രയും പെയ്തെങ്കിലും ഒരിച്ചിരി ചൂടൊരു സ്വല്പം കുറവുണ്ട്. അപ്പം പ്രൈസമ്മോന് കുറവുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു കമൻറ്റിൽ സൂസൻ. അവന് കുറവുണ്ട്, എന്നാലും അവന് ചുമ അങ്ങോട്ട് വിട്ടുമാറുന്നില്ല. ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കുന്നുണ്ട് കഫം ഉള്ളത് കൊണ്ട്. കാരണം ഇവനാണെങ്കിൽ പിന്നെ എല്ലാവർക്കും അറിയാം, ഡെലിവറി കഴിഞ്ഞ് ഇവന് ഇത്തിരി പ്രോബ്ലം ഉള്ളതായിരുന്നല്ലേ. 21 ദിവസം അവൻ NICUവിൽ, 27 ദിവസം NICUവിൽ കിടന്നതാണ്. വെൻറ്റിലേറ്ററിൽ വരെ കിടന്ന കൊച്ചാണ്. അപ്പോൾ അവൻ ഇത്തിരി ഇമ്മ്യൂണിറ്റി പവർ ഇത്തിരി കുറവുണ്ട്. അവൻ അതിൻ്റേതായ രീതിയിൽ അന്നൊക്കെ ഒത്തിരി ഇഞ്ചക്ഷൻസൊക്കെ പോവുകയും നമ്മളങ്ങനെ പറയാനൊക്കത്തില്ല. പക്ഷേ സംതിങ് ഞാനിപ്പം അവനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയുണ്ടേ അവൻ ഈ ഇവരുടെ ക്ലാസ്സിലാണെങ്കിൽ പിള്ളേരും ഇഷ്ടം പോലെ ഉണ്ട്. AC ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ സമയത്താണ് ഇവന് ഈ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ, ഇപ്പോൾ ചൂടൂടൊക്കെ അല്ലേ, അങ്ങനെയൊക്കെയാണ് അവന് അസുഖം ഉണ്ടാവുന്നത്. അങ്ങനെ അപ്പം ഞാൻ ഇഡലി അവന് കൊണ്ടുപോകാനായിട്ട് മസാല ഇഡലി ഉണ്ടാക്കി. അപ്പോൾ പാല് കാച്ചാൻ വെച്ചു. ഞാനിപ്പം ഇഡലി ഒരു ട്രിപ്പ് വെച്ചിട്ട് പിന്നെ ചായയും തിളപ്പിക്കാൻ അവിടെ വെച്ചിട്ട് ഉണ്ട്. 4 സ്റ്റൗ ഉണ്ടെങ്കിലും ഞാൻ 3 ഒന്ന് കത്തിക്കും. രാവിലെ അത്രയ്ക്ക് ബിസിയാണെങ്കിൽ 4 കത്തിക്കാറില്ല കാരണം അതിൻ്റെ ആ ടോപ്പ് ഗ്ലാസ് അല്ലേ. പലരും ഈ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ, ഇങ്ങനെ ഈ ഗ്യാസിൻ്റെ മണ്ടലത്ത് ഗ്ലാസ് പൊട്ടിത്തെറിച്ച്. കാരണം ഈ 4 ചൂടൂടെ ഈ ഗ്ലാസ്സിൽ തങ്ങുമ്പം അത് താങ്ങാൻ പറ്റാതെ പൊട്ടിയതായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് 4 ഒരുമിച്ച് കത്തിക്കാനായിട്ട്. അപ്പം 4 കൂടെ നമുക്ക് വലിയ വലിയ പാത്രമാണ്, ഒരെണ്ണത്തിൽ വലിയ പാത്രമാണ് വെക്കുന്നതെങ്കിൽ അപ്പുറത്തേതിൽ നമുക്ക് വെക്കാക്കത്തില്ല. അതേസമയം ചെറിയ പാത്രമാണെങ്കിൽ വെക്കാൻ പറ്റും. അപ്പം ഞാൻ എന്തോ ചെയ്തെന്നോ, ഞാൻ ഇച്ചിരി ഇത്രയും മസാലയിടയിലേക്ക് വേണ്ടി ഓയിലൊഴിച്ച് ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടോണ്ടേ ഒരിച്ചിരി കൂടുതൽ പോലെ തോന്നി. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചങ്ങ് എടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റിയായിരുന്നു. അപ്പം മിക്സ് ചെയ്ത് വന്ന ഉടനെ ഇത്തിരി കുറവായിട്ട് തോന്നി. പിന്നെ അതുകൂടെ അങ്ങ് തട്ടി. അതാണ് ഞാൻ ആ ബ്ലൂ ബൗളിൻ്റെ അകത്തുനിന്ന് തട്ടിയിട്ടത്. അപ്പം മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് റീച്ചാനത്ത് പറഞ്ഞ്, റീച്ചാൻ ഇടയ്ക്ക് എന്തെങ്കിലും ബ്രേക്കിന് കഴിക്കണമെങ്കിലേ ഞാൻ പറഞ്ഞ് ഇത് മസാല ഇഡലി ഇത്തിരി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ കൊണ്ടുപോകുന്നു. റീച്ചാൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ്. അവർക്കൊക്കെ അവർ പറയുന്നത് ഞങ്ങൾ എത്ര ഉണ്ടാക്കിയാലും ഇത്രയും നല്ല സോഫ്റ്റ് ഇഡലി പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്കൂടെ ഞാൻ ഇച്ചിരി മസാല ഇഡലി കൊടുത്തു വിടും. അപ്പോൾ ഞാൻ ഇഡലിക്കും ദോശയ്ക്കുമായിട്ട് ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പൊട്ട് കടലയൊക്കെ ചേർത്തിട്ട്. അപ്പം ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ച് ഇച്ചിരി ഒരു സവാളയും ഇച്ചിരി ഇഞ്ചിയും ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് വെച്ചാൽ അത് തണുത്തതിന് ശേഷം. തേങ്ങ ഞാൻ കഴത്തിയെടുക്കുമായിരുന്നേ. തേങ്ങയും പൊട്ട് കടല ഒരു 2-3 ടേബിൾ സ്പൂൺ പൊട്ട് കടലയും ഇട്ട് പച്ചമുളകും കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയില വേണ്ടി, മല്ലിയില ഇല്ലാതായിപ്പോയി. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴട്ടിയെടുക്കട്ടെ. ഇത്തിരി ഒന്ന് ചൂടായാൽ മതി, ഒത്തിരി അങ്ങ് വഴരണ്ട. സാമ്പാറുണ്ടെങ്കിലും റീച്ചാന് സാമ്പാറിനോട് അത്ര താല്പര്യമില്ല. ഈ ചമ്മന്തിയാണ് കൂടുതലും വേണ്ടി. അപ്പോൾ ഇന്ന് അല്ലെങ്കിലും സാമ്പാറിലായിരുന്നു. ഇന്ന് എനിക്ക് ചട്നിയേക്കാൾ ഇഷ്ടം സാമ്പാറാണ്. ഇന്ന് കണ്ടില്ലേ ന്യൂസ്, കൊട്ടാരക്കര ബസ് കാത്ത് നിന്ന ആൾക്കാരെ ഒരു മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി വന്ന് അമിത വേഗത്തിൽ വന്ന് അവിടെ നിന്ന ആൾക്കാരവിടെ ബസ് കയറിയ ഒരു കടയുടെ തിണ്ണയിൽ നിന്ന് അതുങ്ങളെ ഇടിച്ചിട്ട് മണ്ണെല്ലാം മറിഞ്ഞിവരുടെ മണ്ടേ വീണ് 3 പേര് മരിച്ചെന്നാണ് പറയുന്നത്. അതിലൊരു കുഞ്ഞ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്തൊക്കെ സംഭവങ്ങൾ എൻ്റെ ദൈവമേ നടക്കുന്നത്, ഓർക്കാൻ കൂടെ വയ്യെന്നുള്ള. ഞാൻ ഈ ബോംബെയിലൊക്കെ കണ്ടിട്ടുണ്ട്, രാത്രി ഒത്തിരി രാത്രി കഴിഞ്ഞിട്ട് ഈ റോഡൊക്കെ ഇത്തിരി
ഇത്തിരി ആളൊഴിഞ്ഞ് ഇതാ കാണുമ്പോഴാണ് ഇവിടെ ഈ വലിയ ലോഡും കൊണ്ടൊക്കെയുള്ള വലിയ ഇങ്ങനെയുള്ള വണ്ടികൾ പോകുന്നത്. അല്ല പകരം, കാരണം ഒന്നാമത് മുംബൈയിലൊക്കെ ട്രാഫിക് ഭയങ്കരമാണ്. അന്നേരം ഈ വണ്ടികളിലൂടെയൊക്കെ പോയാൽ വണ്ടികൾക്കൊന്നും മറ്റുള്ളവർക്ക് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ റോഡൊക്കെ ഇത്തിരി ഒന്ന് ഒഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ആൾക്കാർ രാത്രിയും കൊണ്ട് ലോഡുകൾ പോകുന്നത്. നാട്ടിലിപ്പോൾ ഇഷ്ടം പോലെ ആക്സിഡൻറ്റാണ് നടക്കുന്നത്. പിള്ളേർ ബൈക്കിലാന്നേലും എന്തോ സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ വണ്ടി ഓടിക്കാൻ കാണുമ്പോൾ പേടിയാണ് വരുന്നത്. അപ്പം ഞാൻ ചട്നി ഒന്ന് ആ ചീനച്ചട്ടിയിൽ കടുകെല്ലാം വറുത്തിട്ട് ഈ അരച്ച ചട്നി അങ്ങോട്ട് ഇടുന്നതിന് മുമ്പിട്ട് ഞാൻ തീ അങ്ങ് ഓഫാക്കിയായിരുന്നു. അപ്പോൾ ഈ ചീനച്ചട്ടിയുടെ ചൂടിലാണ് ഇതൊന്ന് ഇത്തിരി തിക്കായി കുറുകി വന്നത്. അപ്പോൾ ഇഡലിയൊക്കെ റെഡി ആയായിരുന്നു. ഇഡലിയും കൂടെ ഞാനൊന്ന് ഇളക്കിയിടട്ടെ. അങ്ങനെ ഇഡലിയൊക്കെ ഉണ്ടാക്കി ഇഡലിയൊക്കെ ഇളക്കിയിട്ടു. പിന്നെ കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത്. പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കൊച്ചിനെ റീച്ചാൻ കൊണ്ടുപോയി. പിന്നെ ഞാൻ പോയി എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഈ രാത്രിയിൽ എഡിറ്റ് ചെയ്യുന്നത് രാവിലെ ഒന്ന് കേട്ടിട്ട് പിന്നെ അത് അപ്ലോഡിനൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ രാത്രി ചില സമയത്ത് രാത്രിയിൽ ഈ അപ്ലോഡിനിടുമ്പോഴേ പല ദിവസങ്ങളിലും എനിക്ക് ഇറർ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ കിടന്നത് ആയിട്ട് ഇററും. വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യും. അന്നേരം വീണ്ടും അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം രാവിലെ ചെയ്യാം. അപ്പം രാവിലെ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അത്ര എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊടുത്ത് എൻ്റെ വീഡിയോ അപ്ലോഡിന് ചെയ്യാനിട്ടിട്ട് ഞാനും പിന്നെ വന്ന് കഴിച്ചു. അതിനുശേഷം പിന്നെ റേച്ചാൻ ഇത്തിരി സാധനം ജിയോ മാർട്ടിൽ ഓർഡർ ചെയ്തായിരുന്നു. അതൊക്കെ വന്ന് ഞാൻ അതിൻ്റെ വിലയൊന്ന് റേച്ചാൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങളോട് പറയാമേ. ക്യാരറ്റ് 30 1/2 കിലോ, തേങ്ങ 32, ഒന്ന് വലുതും ഒന്ന് ചെറുതും, കറിവേപ്പില ഇത്രയും 12 രൂപ. കാബേജ് എന്തോ വിലയായിരുന്നു ചോദിടാ? കാബേജ് എന്തുവായിരുന്നു റേച്ചാ? എത്ര? 24. ഓ, അത് നഷ്ടം. അതാണ്ട് ഇത്രയും ഇലകൾ പോയി ലാസ്റ്റ് ഒരു ഇച്ചിരി കിട്ടത്തുള്ളൂ. തേയില ടാറ്റ പ്രീമിയം, സവാള 30 രൂപ. ഇതാണ് 5 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിക്കുമ്പം കാബേജ് അങ്ങനെയുള്ള കാബേജാണ് കിട്ടുന്നത്. കാരണം അതിൻ്റെ പുറം തൊലി മൊത്തം അങ്ങ് പോയാൽ അകത്തൊരു ഇച്ചിരി ഉള്ളൂ. എനിക്കൊന്നത് പൊട്ട് കാബേജ് ആയിരിക്കും. ഞാൻ ആ പുറത്തെ ഇങ്ങനെ ഇളകി വരുന്ന ആ തൊലി എടുക്കാറില്ല. അത് മൊത്തം ഇളക്കി കളയുക. ഇനി അതെടുത്ത് ഇനി അരിയാൻ കൊള്ളാമോ എന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയേ. അപ്പോൾ ഞാൻ പിന്നെ ഒരു മെഴുക്ക് പുരട്ടി വെക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇച്ചിരി കറിവേപ്പില ഞാൻ ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് ചില സമയത്ത് കിട്ടുന്നത് ഞാൻ സിപ്പിളൊക്കെ ഇട്ടിട്ടും ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരാഴ്ചയായിട്ടും അതുപോലെ ഫ്രഷായിട്ട് പച്ച പോലെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ പെട്ടെന്ന് അതങ്ങ് ചിലത് വാടും ചിലത് പച്ചയായിട്ടും ഇരിക്കും. അപ്പം ഞാൻ പിന്നെ വെണ്ടയ്ക്കൊക്കെ ഇട്ട് അതൊന്ന് അവിടെ കിടക്കട്ടെ. അതവിടെ കിടന്ന് അങ്ങ് ആയിക്കോളും. കഴിഞ്ഞ ദിവസം ഞാനും റേച്ചാനും കൂടെ ഞങ്ങൾക്ക് ബീഫൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ വന്ന വഴിക്ക് ഈ ചായക്കകത്ത് ഇടുന്ന ഒരു സൈസ് ലെമൺ ഗ്രാസ് എന്ന് പറയുന്ന പിന്നെ പുല്ലുണ്ട്, അത് വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ വന്ന വഴിക്ക് ഈ പച്ചക്കറിക്കടയിൽ ഈ മസാലകൾ കൊടുക്കുന്ന ഇഞ്ചി പച്ചമുളക് അങ്ങനെ കൊടുക്കുന്ന കടയിൽ അതുണ്ട്. അപ്പം ഞാൻ ഒരിടത്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് അത് ഒരെണ്ണം വാങ്ങിച്ച് ഒരു കെട്ട് 10 രൂപ അതും വാങ്ങിച്ച്. പിന്നെ എനിക്ക് എരിവ് കുറവുള്ള പച്ചമുളക് വേണമായിരുന്നു. അത് 1/4 കിലോ 25 രൂപ. അപ്പോൾ ഞാൻ അതും വാങ്ങിച്ചിട്ട് പിന്നെ 20 രൂപയ്ക്ക് 4 നാരങ്ങയും വാങ്ങിച്ച്. അങ്ങനെ 55 രൂപയെന്ന് പുള്ളി പറഞ്ഞ്. ഞാൻ 55 രൂപ കൊടുത്തിട്ട് ഞാൻ ആ പുല്ല് ഉടനെ ഞാൻ റേച്ചാൻ വണ്ടി ഇരിക്കുമായിരുന്നു, റേച്ചാൻ്റെ കൊടുത്ത്. അതുപോലെ നാരങ്ങയും അങ്ങനെ എൻ്റെ കവറിൽ തന്നെ ഇട്ട്. ഈ വീട്ടിൽ വന്ന എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചപ്പം പച്ചമുളക് നോക്കിയിട്ട് പച്ചമുളക് കാണുന്നില്ല. അപ്പോൾ റേച്ചാൻ പിന്നെ അങ്ങ് ഓഫീസിൽ പോയാൽ. അപ്പോൾ ഞാൻ റേച്ചാൻ ഫോൺ ചെയ്ത് പറഞ്ഞ റേച്ച ഇതുപോലെ പച്ചമുളക് കിട്ടിയില്ല, എരിവ് കുറവുള്ള പച്ചമുളകായിരുന്നു, അതിന് 25 രൂപയെന്ന് പുള്ളി പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഈ ആളിനെ അങ്ങോട്ട് എനിക്ക് ഓർമ്മയും വരുന്നില്ല. അപ്പം ഞാൻ റേച്ചാനത്ത് കൊണ്ട് ഞാൻ പറഞ്ഞ് റേച്ചാൻ നേരത്തെ വരുവാണെങ്കിൽ ഒന്ന് അവിടെ റേച്ചാൻ ആളിനെ അറിയാമോ എന്ന് ചോദിച്ചു. റേച്ചാൻ പറഞ്ഞാൽ എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ റേച്ചാൻ രാത്രി വന്നിട്ട് അതുവഴി അന്ന് റേച്ചാൻ 10 മണി കഴിയുമ്പോൾ അടയ്ക്കുമല്ലോ. റേച്ചാൻ എന്തോന്നിനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് റേച്ചാൻ എൻ്റെ അടുത്ത് പറയുക,
അങ്ങാര് പറഞ്ഞ് എന്നിട്ട് റീജ കൊണ്ടുവന്നതോ എരിവുള്ള പച്ചമുളകും. ഞാൻ പറഞ്ഞു ഞാൻ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് പറഞ്ഞത്, 25 രൂപയെന്ന് പുള്ളി പറയുകയും ചെയ്തു. നമ്മുടെ അയാളുടെ അടുത്ത് ചോദിച്ചാൽ അയാൾ പറഞ്ഞു എരിവ് കുറവുള്ള പച്ചമുളകിന് 40 രൂപയാണ്. ഞാൻ പറഞ്ഞു അവങ്ങാർ എന്നോട് 25 പറഞ്ഞിട്ട് എല്ലാം കൂടെ 55 രൂപയെന്ന് പറയുകയും ചെയ്തല്ലേ. പിന്നെ എരിവുള്ള പച്ചമുളക് കൊണ്ടുവന്നത് അത് ഞാൻ ഈ എരിവ് കുറവുള്ളതെന്ന് പറഞ്ഞ ഒരു സൈസ് യെല്ലോ കളറിൽ അത് വെറും പിന്നെ അതിന് എത്ര തിന്നാലും എരിവ് കാണത്തില്ല. പിന്നെ ഇനിയും പോട്ടെന്ന് വെച്ച് ഇനിയും അത് ഇത്തിരി ദൂരെ സ്റ്റേഷൻ വരെ പോകണം. ഞാൻ പറഞ്ഞു എന്നാൽ സാരമില്ലെന്ന്. മീൻ ഇത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച മീനാണ്. ഇല്ലാതെ എത്ര ദിവസം ഇല്ലാതിരിക്കും, മീൻ തിന്നാതിരിക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല ഈ മീൻ ഈ കട്ടിങ് ചെയ്യുന്ന ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരു ചാനൽ, ആ ചാനലിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേരൊന്നും നോക്കാറില്ല. ഇത് കാണുമ്പോൾ ഞാനങ്ങ് നോക്കും ഈ മീനായതുകൊണ്ട്. അപ്പോൾ അവരിങ്ങനെ വലിയ നോക്കിയുണ്ടേ ഈ ദിവസങ്ങളിലെ മീനും അതവിടെ നാട്ടിലാണ്, വിഴിഞ്ഞം അങ്ങനെയുള്ള മാർക്കറ്റുകളിലാണ്. അപ്പം ഞാൻ നോക്കണം വലിയ കേരച്ചൂര. അപ്പോൾ ഞാൻ ചിന്തിക്കുകയും ചെയ്തു അയ്യോ ഇപ്പോഴും ഇതൊക്കെ കിട്ടാറുണ്ടോയെന്ന്. അത് കിലോ 500 രൂപ. നല്ല അലുവ പീസ്. 2 ചാനലുണ്ട്. അത് ഈ മീൻ വിൽക്കുന്ന ആൾക്കാരാണ്. അതിന് ഇപ്പം ഈ ചിലർ ഈ വ്ളോഗ് ഒരാളാണെങ്കിൽ ഒരു ലേഡി അവർ സ്വന്തമായിട്ട് അവരുടെ കടയൊക്കെയാണ് കാണിക്കുന്നത്. വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വ്ളോഗർമാർ ചെന്ന് ഇങ്ങനെ എടുക്കുന്ന ഇതുണ്ട്. അപ്പം മീനാണ്. എന്നിട്ട് ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ ചിലർ മത്തിയൊക്കെ കാണിക്കുന്ന കാണാം. ഞാൻ അങ്ങനെ ഒരു ദിവസം ചോദിച്ചു നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടാണ്. നല്ല ഫ്രഷ് മത്തി ഈ സമയത്ത് എങ്ങനെ എവിടുന്ന് കിട്ടും. പക്ഷേ ഇത്തിരി വിലയുണ്ടെന്ന്, കിലോ 400 രൂപയെന്ന് പറഞ്ഞു. അപ്പം 400 രൂപ എന്തായാലും നല്ല ഫ്രഷ് കിട്ടുകയെന്ന് വെച്ചാൽ എനിക്ക് ആ കേരച്ചൂര കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. 500 രൂപ. പക്ഷേ നല്ല അലുവ പീസ് പോലുള്ള മീൻ. ഇപ്പം ഏത് വീഡിയോയിലാണ് ആരെങ്കിലും ഒരു മീനും പൊക്കി ഇങ്ങനെ നിൽക്കുമെന്ന് കണ്ടാൽ ഞാൻ ഉടനെ അത് ഓപ്പൺ ചെയ്ത് നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മീൻ കട്ടിങ്. അവർക്ക് മീനിൻ്റെ തലയൊക്കെ എന്നിട്ട് മീനിൻ്റെ തലയ്ക്ക് കിലോ 200 രൂപ. പരിഞ്ഞിൽ ഇങ്ങനെ വലിയ മീനാകുമ്പം പരിഞ്ഞിൽ കാണുമല്ലേ, പരിഞ്ഞിലും കിലോ 200 രൂപ. അതൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ എന്നെപ്പോലുള്ളവരൊക്കെ പരിഞ്ഞിൽ വാങ്ങിക്കും. തലയാണേലും ഒരു ദിവസം അവർ കാണിച്ചത് കേര തന്നെ 76 കിലോ എങ്ങാണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തല എത്ര കിലോ കാണും. അപ്പോൾ ഞാനിവിടെ മീനൊക്കെ വെട്ടിയെടുത്തായിരുന്നു. അതൊന്ന് കറി വയ്ക്കാനായിട്ടെല്ലാം ഒന്ന് ഒതുക്കി മസാലയൊക്കെ ചേർത്ത് പുളിയൊക്കെ ഇട്ട് ഒന്ന് അടപ്പത്ത് വെക്കട്ടെ. ഇപ്പോൾ അതുകൂടെ ആയാൽ പിന്നെ ഉച്ചക്കത്തെയൊക്കെ അങ്ങ് റെഡിയാവും. മോരുകറി ഇരിപ്പുണ്ട്, ഇത്തിരി പരിപ്പ് കറി ഇരിപ്പുണ്ട്. കാരണം ഈ മോരുകറി ഉണ്ടെങ്കിൽ പരിപ്പ് കറി വെക്കുകയാണെങ്കിൽ ഞാൻ ഈ മോരുകറി 1-2 ദിവസം ഇരുന്നിട്ട് റീജാന് പരിപ്പ് കറി അത്ര ഇഷ്ടമല്ല, ഡാഡിക്കും അത്ര അങ്ങോട്ട് താല്പര്യമില്ല. അപ്പോൾ അവർക്ക് രണ്ടിനും ഞാൻ മോരുകറി, ഈ പിള്ളേർക്ക് മോരുകറി ആണെങ്കിലും പരിപ്പ് കറി ആണെങ്കിലും, പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തങ്ങയും പയറും ഇട്ടെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവർക്കത് കൊടുത്തിട്ട് ഇവർക്കുള്ളത് ഞാൻ മോര് കൊടുക്കും. ഈ മീൻ ചാറും തൈരും അതങ്ങനെ വിരുദ്ധാഹാരം കഴിക്കത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അത് രണ്ടും കൂടെ നല്ല ടേസ്റ്റാണ്, മീൻചാറും തൈരും കൂടെ കഴിക്കാൻ. ഇവിടെ ഈ പിള്ളേർ പണ്ട് തൈര് കൊടുത്താൽ അങ്ങനെ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം അവർക്കിഷ്ടമാണ് തൈര്. പ്രൈസം പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാറില്ല. അവനൊരു ബൗളിലെടുത്തിട്ട് വേണേ സ്പൂണും കൊണ്ട് അവൻ പറയും അമ്മി ഒരിച്ചിരി പഞ്ചസാരതാ. ഞാൻ പറഞ്ഞു വേണ്ട, അല്ലാതെ അങ്ങ് കഴിക്കുക, അത് നിങ്ങളുടെ വയറിനൊക്കെ നല്ലതാണ്. നമുക്ക് ഈ പ്രോബയോട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതുണ്ടല്ലോ. അപ്പം വയറിൻ്റെ ഇതിന് നല്ലതിന് വേണ്ടി നമ്മൾ ഈ ഇടയ്ക്ക് തൈരൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. ആ മീൻ അവിടെ കിടന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.